ഓം ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വളരെ സ്നേഹത്തോടെയുള്ള ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ജഗജ്ജനനിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ശ്രീദേവി നാരായണീയത്തിലെ 3-ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. യശശരീരനായ ഭഗവതാചാര്യൻ, പണ്ഡിതാഗ്രേസരൻ, പാലേലി ശ്രീനാരായണൻ നമ്പൂതിരിയുടെ ശ്രീമദ് ദേവി ഭാഗവതം ആധാരമാക്കിയുള്ള ദേവി നാരായണീയം എന്ന സ്തോത്രകാവ്യമാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് 3-ാമത്തെ ദശകം മഹാകാളിയുടെ അവതാരത്തെയാണ് വർണ്ണിക്കുന്നത്. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. അതിനുശേഷം
ശ്ലോകങ്ങളുടെ പദങ്ങളുടെ പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയും ശ്രവിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം. ദശകം 3 മഹാകാളി അവതാരം. ശ്ലോകങ്ങൾ 1, 2, 3 പാരായണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 1. ജഗത്സു സർവേഷു പുരാവിലീനേഷ്വേകാർണവേ ശേഷതനൗ പ്രസുപ്തേ ഹരൗ സുരാരി മധുകൈടഭാഖ്യൗ മഹാബലാവപ്സു വിജഹ്രതുർദൗ. ശ്ലോകം 2. സഹസ്രം യതചിത്തവൃത്തി വാഗ്ബീജമന്ത്രം വരദേ ജപന്തൗ പ്രസാദിതായ അസുരൗ ഭവത്യാഃ സ്വച്ഛന്ദമൃത്യുത്വമവാപ്തുതസ്തൗ. ശ്ലോകം 3. ഏകാംബുധൗ തൗ തരളോർമിമാലേ നിമജ്ജനോന്മജ്ജനകേളിലോലൗ യദൃച്ഛയാ വീക്ഷിതമബ്ജയോനിം രണോത്സുകാവൂ ചതുരിദ്ധഗർവൗ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 1 പദങ്ങളുടെ ഛേദം നോക്കാം. പദച്ഛേദം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജഗത്സു സർവേഷു പുരാ വിലീനേഷു ഏകാർണവേ ശേഷതനൗ പ്രസുപ്തേ ഹരൗ സുരാരീ മധുകൈടഭാഖ്യൗ മഹാബലാ അപ്സു വിജഹ്രതുഹു ദൗ. ഇവിടെ 4-ാം പാദത്തിൽ മഹാബലാവപ്സു, ആ പദം ഛേദിക്കുമ്പോൾ മഹാബലൗ അപ്സു വിജഹ്രതുഹു ദൗ. എന്നുള്ളത് വിസർഗമായിട്ട് മാറും. പദം ഛേദിക്കുമ്പോൾ വിജഹ്രതുഹു ദൗ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. പുരാ പണ്ട്, അതായത് പ്രളയകാലത്ത്, സർവേഷു ജഗത്സു എല്ലാ ലോകങ്ങളും, ഏകാർണവേ ഏകസമുദ്രത്തിൽ, വിലീനേഷു വിലീനേഷു എന്ന് വെച്ചാൽ ലയിച്ചിരിക്കെ, ശേഷതനൗ ശേഷൻ അനന്തൻ, തനൗ മെത്ത അനന്തനാകുന്ന മെത്തയിൽ, ഹരൗ പ്രസുപ്തേ ഹരൗ വിഷ്ണു മഹാവിഷ്ണു, പ്രസുപ്തേ എന്ന് വെച്ചാൽ സുഖമായി കിടന്നുറങ്ങവേ, മഹാബലൗ മഹാബലവാന്മാരും, മധു കൈടഭാഖ്യൗ മധു എന്നും കൈടഭൻ എന്നും പേരുള്ളവരും ആയ ദൗ സുരാരി. ഇവിടെ ശ്ലോകത്തിൽ 4-ാം പാദത്തിൽ ദൗ ഉണ്ട്. ദൗ എന്ന് വെച്ചാൽ 2. ദൗ സുരാരി 2 അസുരന്മാർ, അപ്സു വിജഹ്രതുഹു അപ്സു എന്ന് വെച്ചാൽ ജലം, ജലത്തില് വിജഹ്രതുഹു എന്ന് വെച്ചാൽ കളിച്ചുകൊണ്ടിരുന്നു. ഈ ശ്ലോകത്തിൻ്റെ വിവരണം, വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, പണ്ട് പ്രളയകാലത്ത് മഹാവിഷ്ണു അനന്തൻ്റെ മേൽ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ ആ ഉറങ്ങുന്ന മഹാവിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന്, അതായത് ചെവിക്കായം, അതാണ് കർണമലം എന്ന് പറഞ്ഞാൽ, കർണമലത്തിൽ നിന്ന് 2 അസുരന്മാര് ജനിച്ചു. അതായത് സകല ലോകങ്ങളും ഏകസമുദ്രത്തിൽ ലയിച്ചിരിക്കുന്ന പ്രളയമൊക്കെ ഉണ്ടായി. അപ്പോൾ പ്രളയകാലത്ത് എല്ലാ സമുദ്രങ്ങളും ഒന്നായിട്ട് തീരും. അപ്പോൾ ഏകസമുദ്രം, അങ്ങനെ എല്ലാ സമുദ്രങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ഏകസമുദ്രമായി തീരും. അങ്ങനെ സകല ലോകങ്ങളും ലയിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ ശേഷതനൗഹു
ശേഷതനു എന്നുവെച്ചാൽ അനന്തനാകുന്ന മെത്തയിൽ ശേഷശായിയായി സാക്ഷാൽ ശ്രീഹരി സുഖമായി കിടന്നുറങ്ങി. ഈ പ്രളയകാലം ഭഗവാന്റെ നിദ്രാകാലമായിട്ടാണ് സജ്ജനങ്ങൾ പറയുന്നത്. അങ്ങനെ ഭഗവാൻ സുഖമായി ഉറങ്ങുന്ന ആ സമയത്ത് മഹാബലവാന്മാരായ മധു എന്നും കൈടഭൻ എന്നും പേരുള്ള രണ്ട് അസുരന്മാര് ജലത്തിൽ അങ്ങനെ ആ പ്രളയ ജലത്തിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഇനി ഈ മധുകൈടഭന്മാർ എങ്ങനെയാണ് ഉണ്ടായത്? മഹാവിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന്, കർണമലം എന്ന് വെച്ചാൽ ചെവിക്കായത്തിൽ നിന്ന് ആണത്രേ ഈ രണ്ട് അസുരന്മാര് ഉണ്ടായത്. ഈ സമുദ്രം എല്ലാം ഒരുമിച്ച് ചേർന്ന് ഏകാർണവേ, അപ്പോൾ ഒരു സമുദ്രവും ആ പ്രളയകാലത്ത് ഈ സപ്ത സമുദ്രങ്ങളൊക്കെ ഒന്നായി തീരും. അങ്ങനെ എല്ലാം ഈ കാണുന്നതെല്ലാം ജലത്തിൽ ലയിക്കും. ഈ മട്ടിലുള്ള പ്രളയകാലത്താണ് മധുകൈടഭന്മാർ ആ സമുദ്രജലത്തിൽ അങ്ങനെ നീന്തി കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രളയകാലത്ത് ഈ ഏകാർണവത്തിൽ, ഈ ഏകസമുദ്രത്തിൽ ഈ ദൈത്യന്മാർ രണ്ടുപേരും നീന്തി കളിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം എന്താണെന്ന് നോക്കാം. അതിനുശേഷം അന്വയാർത്ഥവും വിവരണവും നൽകാം. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം സമാഹ സഹസ്രം യതചിത്തവൃത്തി വാഗ്ബീജമന്ത്രം വരദേ. അമ്മയെ സംബോധന ചെയ്യുകയാണ്. വരം ദാനം ചെയ്യുന്നവളെ, ഹേ വരദേ. ജപന്തൗ പ്രസാദിതായാഹ അസുരൗ ഭവത്യാഹ സ്വച്ഛന്ദമൃത്യുത്വം. ഇവിടെ സ്വച്ഛന്ദമൃത്യുത്വം അവാപ്തുതസ്തൗ. അത് ഛേദിക്കുമ്പോൾ സ്വച്ഛന്ദമൃത്യുത്വം അവാപ്തുഹു തൗ. ഈ പദങ്ങളുടെ എല്ലാം അന്വയാർത്ഥം നോക്കാം. ഹേ വരദേ, വരം ദാനം ചെയ്യുന്നവളെ. തൗ അസുരൗ, അതായത് ആ തൗ എന്ന് വെച്ചാൽ ആ അസുരൗ എന്ന് അസുരൻ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അസുരൗ രണ്ട് അസുരന്മാർ. യഥചിത്തവൃത്തി, അതായത് ചിത്തം എന്ന് വെച്ചാൽ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സഹസ്രം സമാഹ, സഹസ്രം എന്ന് വെച്ചാൽ 1000 കൊല്ലത്തോളം, സമാഹ 1000 കൊല്ലത്തിന് സമമായിട്ട് 1000 കൊല്ലത്തോളം വാഗ്ബീജമന്ത്രത്തെ ജപന്തൗ ജപിച്ച് പ്രസാദിതായാഹ പ്രസാദിപ്പിക്കപ്പെട്ട ഭവതിയിൽ നിന്ന് സ്വച്ഛന്ത മൃത്യുത്വം യഥേഷ്ടം മരണമാകുന്ന ആ വരത്തെ അവാപ്തുഹു നേടി. അങ്ങനെയുള്ള ആ വരത്തെ അവരെ സമ്പാദിച്ചു. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ഇവിടെ ഗ്രന്ഥകാരൻ ഭഗവതിയോട് പറയണു. ഗ്രന്ഥകാരൻ പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി ആണ്. അദ്ദേഹം ഹേ വരം ദാനം ചെയ്യുന്നവളെ, വരദാനം ചെയ്യുന്ന ഹേ ഭഗവതി, അസുരന്മാര് യഥചിത്തവൃത്തി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സിനെ അടക്കിക്കൊണ്ട് 1000 വർഷക്കാലം വാഗ്ബീജമന്ത്രത്തെ ജപിച്ചു. എന്താണ് വാഗ്ബീജമന്ത്രം? ഐം എന്നതാണ് വാഗ്ബീജമന്ത്രം. ആ ബീജമന്ത്രത്തെ ജപിച്ച് എത്ര വർഷക്കാലം? 1000 വർഷക്കാലം ആ വാഗ്ബീജമന്ത്രത്തെ ജപിച്ചു. ഈ ബീജമന്ത്രത്തെ ജപിച്ച് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സിനെയൊക്കെ, അതാണ് ഇവിടെ പറയുന്നത്, യഥചിത്തവൃത്തി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഐം എന്ന ആ വാഗ്ബീജമന്ത്രത്തെ ജപിച്ച് അസുരന്മാര് തപസ് ചെയ്തു. 1000 കൊല്ലക്കാലമാണ് അവര് തപസ് ചെയ്തത്. അങ്ങനെ ദേവി അവരുടെ മുമ്പിൽ പ്രസാദിക്കുകയാണ്. ദേവി അസുരന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷയാവുകയും ചെയ്തു. എപ്പോഴാണ് പ്രത്യക്ഷയായത്? 1000 കൊല്ലം തപസ് ചെയ്തു. അത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ ദേവി പ്രത്യക്ഷയായി. ദേവിയെ
അവർ നേരിൽ കണ്ടപ്പോൾ അവരെന്താണ് ചോദിച്ചത്? വരം ചോദിച്ചു അവര് ദേവിയോട്. എന്താണ് അവർ ചോദിച്ചത്? ഞങ്ങൾ സമ്മതിക്കുമ്പോഴേ ഞങ്ങൾ മരിക്കാവൂ. ദേവി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ അസുരന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് സമ്മതമാകുമ്പോൾ മാത്രമേ ഞങ്ങളുടെ മരണം സംഭവിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ സ്വച്ഛന്ത മൃത്യുവായിട്ട് തീരണം. അതാണ് ഇവിടെ പറയണത്. അവർക്ക് തോന്നുമ്പോൾ, അവർക്ക് മരണം വേണം എന്ന് തോന്നുമ്പോൾ മാത്രമേ അവർക്ക് മരണം വരാൻ പാടുള്ളൂ. ദേവി ഈ വരം അവർക്ക് നൽകി. ദേവി എന്താ പറഞ്ഞ്? ദേവി അങ്ങനെ ഈ വരം ചോദിച്ച്, അസുരന്മാർ വരം ചോദിച്ചപ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞ് അവിടുന്ന് ദേവി അന്തർധാനം ചെയ്തു. അങ്ങനെ തങ്ങൾക്ക് മരണം സംഭവിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന് വന്നപ്പോൾ ആ അസുരന്മാരുടെ മനസ്സിൽ എന്താ ഉണ്ടായത്? അഹങ്കാരം. ആ അഹങ്കാരം വളർന്ന് വളർന്ന് വരുവാൻ തുടങ്ങി എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇനി ശ്ലോകം 3 പദച്ഛേദം നോക്കാം. ഏകാംബുധൗ തൗ തരളോർമിമാലേ നിമജ്ജനോന്മജ്ജനകേളിലോലൗ യദൃച്ഛയാ വീക്ഷിതം അബ്ജയോനിം രണോത്സുകൗ ഊചതുഃ ഇദ്ധഗർവൗ. അന്വയവും അർത്ഥവും എന്താണെന്ന് നോക്കാം. ഇദ്ധഗർവൗ തൗ, അതായത് അഹങ്കാരികളായവർ, അവർക്ക് വരം ലഭിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ അഹങ്കാരം അങ്ങനെ വളർന്നു വന്നു. ആ അഹങ്കാരികളായ ആ 2 അസുരന്മാര് തരളോർമിമാലേ, തിരമാലകള് അടിക്കുന്ന ഏകാംബുധൗ, ഏകസമുദ്രത്തിൽ നിമജ്ജനോന്മജ്ജനകേളിലോലൗ, അതായത് നിമജ്ജനോന്മജ്ജനകേളിലോലൗ, മുങ്ങുകയും പൊങ്ങുകയും, അങ്ങനെ മുങ്ങിയും പൊങ്ങിയും കളിച്ചുകൊണ്ടേയിരുന്നു ആ അസുരന്മാര്. യദൃച്ഛയാ വീക്ഷിതം, യാദൃച്ഛികമായി കണ്ടെത്തിയ അബ്ജയോനിം. ആരാണ് അബ്ജയോനിം? താമരപ്പൂവിൽ നിന്നും വന്നതാരാണ്? ബ്രഹ്മാവ് അല്ലേ? ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് പത്മം വിടർന്നു വന്നു, അതിലാണ് ബ്രഹ്മാവ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ അബ്ജയോനിം ബ്രഹ്മാവ്, ബ്രഹ്മാവിനോട് രണോത്സുകവും, യുദ്ധക്കൊതിയോടെ, രണം എന്ന് വെച്ചാൽ യുദ്ധം, അതിലെ ഉത്സാഹം കൊണ്ട്, യുദ്ധം ചെയ്യാനുള്ള ആ ആർത്തിയോടെ അല്ലെങ്കിൽ ആ കൊതിയോടെ ഊചതുഹു ഇപ്രകാരം പറഞ്ഞു. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. അവരുടെ മനസ്സിൽ ദേവി വരം കൊടുത്തതോടുകൂടി ആ അസുരന്മാരുടെ മനസ്സിൽ അങ്ങനെ അവരഹങ്കാരികളായി, ആ അഹങ്കാരം അങ്ങനെ വളർന്നു വളർന്നു വന്നു. ഈ ഇദ്ധഗർവൗതൗ, അഹങ്കാരികളായ ആ അസുരന്മാര് ആ തിരമാലകൾ അടിക്കുന്ന ഏകാംബുധൗതൗ, ഏകസമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും വീണ്ടും മുങ്ങിയും പൊങ്ങിയും 2 പേരും കൂടെ അങ്ങനെ കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുകയാണ്. മുങ്ങുക പൊങ്ങുക എന്നിങ്ങനെയുള്ള ആ കളി അവരങ്ങനെ 2 പേരും കൂടി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യദൃച്ഛയാ, യാദൃച്ഛികമായിട്ട് പെട്ടെന്ന് അറിയാതെ അങ്ങനെ നോക്കിയപ്പോൾ അവർ ആരെയാണ് കാണുന്നത്? ബ്രഹ്മാവിനെ. അബ്ജയോനിം, ബ്രഹ്മാവിനെ അവർ കാണുകയാണ്. ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ഈ അസുരന്മാർക്ക് എന്താ തോന്നിയത്? യുദ്ധം ചെയ്യുവാനുള്ള മോഹം ഉണ്ടായത്രേ. കാരണം അവർക്ക് അഹങ്കാരികളാണ്. അവർക്ക് ദേവിയിൽ നിന്ന് വരം ലഭിച്ചിരിക്കുന്നു. ആരാലും കൊല്ലപ്പെടില്ല. അവർക്ക് തോന്നുമ്പോൾ മാത്രമേ അവർക്ക് മരണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അബ്ജയോനിം, ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അവർക്ക്, ആ അസുരന്മാർക്ക്, അഹങ്കാരം ആയിട്ടുള്ള ആ അസുരന്മാർക്ക് യുദ്ധം ചെയ്യാനുള്ള കൊതിയുണ്ടായി. അവർ കണ്ടത് താമരപ്പൂവിൽ ഇരിക്കുന്ന ആ ബ്രഹ്മാവിനെയാണ്. ആ ബ്രഹ്മാവിനെ അവർ കാണുകയാണ്. അടുത്ത ശ്ലോകത്തിലൂടെ ആ ബ്രഹ്മാവിനെ വിവരിക്കുന്നുണ്ട്. എത്ര തലകളുണ്ട് എന്നൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ. അത് വിവരിച്ചു തരാം. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ സമാപിക്കുന്നു.
സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ.